ഇന്ന് നമുക്ക് ഒരു വടയുണ്ടാക്കാം. നമ്മുടെ സാധാരണ ഉഴുന്നുവടയോ പരിപ്പ് വടയോ ഒന്നുമല്ല. നമ്മുടെ കടലയില്ലേ, നമ്മൾ പുട്ടിനൊക്കെ കറി വെക്കുന്ന കടല, ആ വെള്ളക്കടല കൊണ്ട് ഒരു വടയുണ്ടാക്കാം. അതിന് വെള്ളക്കടല കുറച്ച് 5-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. എന്നിട്ട് അത് കഴുകി വാരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒത്തിരി അങ്ങ് വെണ്ണ പോലെ അരിഞ്ഞു പോരുത്, എന്നാൽ കുറച്ച് നന്നായിട്ട് അരയുകയും വേണം. വെള്ളം ചേർക്കാതെ അരച്ചിങ്ങനെ കട്ടയായിട്ട് അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചിട്ടാലും മതി, ചതച്ച് ചേർത്താലും മതി, പിന്നെ മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ചേർക്കുക വേണ്ട, ആ കടലയുടെ നനവ് കൊണ്ട് അതെല്ലാം റെഡി ആയിക്കോളും. നന്നായിട്ട് കുഴച്ച് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം നമുക്കിത് ഓരോന്നും കുറച്ചെടുത്ത് ഉരുട്ടി ഓരോ വടയായിട്ട് ഉരുട്ടി വയ്ക്കുക. ഉരുട്ടിയിട്ട് കൈവെള്ളം വെച്ചൊന്ന് ഇത്തിരി എണ്ണ തൊട്ടൊന്ന് തട്ടിപ്പൊത്തിയ നല്ല വട. നടുക്ക് അങ്ങനെ തുളയുള്ള വടയല്ല ഞാൻ ഉണ്ടാക്കിയത്, എനിക്കത് അത്ര വശമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തത്. ഏത് ഷേപ്പിൽ, അല്ലെങ്കിൽ ഒരു കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് നമുക്കെടുക്കാം. പിന്നെ അത് അടുപ്പിൽ എണ്ണ വെച്ച് ചൂടാകുമ്പം അതിലേക്ക് തീ കുറഞ്ഞ തീയിൽ വെച്ച് തിരിച്ചും മറിച്ച് ചുട്ടെടുക്കുക. തീ എപ്പോഴും കുറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പുറവും കരിഞ്ഞു പോകും, അകം വേഗത്തുമില്ല. അതുകൊണ്ട് ഏറ്റവും സിമ്മിലിട്ടിട്ട് ഒട്ടും എണ്ണ കുടിക്കത്തില്ല. നല്ല വടയാണ്. മറ്റേ ഏത് വട ഉണ്ടാക്കിയാലും നല്ലപോലെ എണ്ണ കുടിക്കും. ഇത് എണ്ണ കുടിക്കത്തേയില്ല. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ടൊമാറ്റോ സോസോ ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടല കൊണ്ട് വട. വെള്ളക്കടലയാണ് ഒന്നുകൂടി നല്ലത്. കറുപ്പ് കടല വെച്ചും ചെയ്യാമെന്ന് തോന്നുന്നു. വെള്ളക്കടലയാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.